എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. MTS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കുമല്ലോ എല്ലാവരും. അപ്പം ഈ MTS എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ആ ജനറൽ അവയർനെസ്സിൽ തന്നെ നമ്മൾ നാഷണൽ പാർക്ക്, ഡാംസ്, ലേക്സ് ഇതൊക്കെ നമ്മൾ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു ഏരിയയിൽ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ എക്സാം എടുത്ത് നോക്കിയാലും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഷുവറായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പം നാഷണൽ പാർക്കിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ പേര് അർച്ചന. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പം നാഷണൽ പാർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ പാർക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ എൻവയോൺമെന്റിൽ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഓർഗാനിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏരിയനെ പറയുന്ന പേരാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് പബ്ലിക് റീക്രിയേഷൻ ആണ്. അതായത് നമ്മൾ എന്താണ്, നമുക്ക് അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റ് നമ്മൾ അവരെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നാഷണൽ പാർക്സ് ആർ ഏരിയാസ് ദാറ്റ് എയിംസ് ടു പ്രൊട്ടക്ട് നാച്ചുറൽ എൻവയോൺമെന്റ്. നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അതുവഴി നമുക്ക് ആനിമൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിലെ ലാൻഡ്സ്കേപ്പ് ആയാലും അതിലെ ഫ്ലോറ ആൻഡ് ഫോണ, ഇതിൻ്റെ എല്ലാം എന്തായിരിക്കും? ഒരു നാച്ചുറൽ സ്റ്റേറ്റിലാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളും അതുപോലെ തന്നെ അവരുടെ പ്രത്യേകതകളും എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. വളരെ റിപ്പീറ്റായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും നോക്കി വെക്കണം. അതുകൂടാതെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഏരിയയിൽ. ഇനി MTS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് MTS SSC MTSന് വേണ്ടിയിട്ട് ന്യൂ ബാച്ച് ദിശ അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയ് 7-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 250+ അവർ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ. നമ്മൾ ഈ MTSൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ക്ലാസ്, അതായത് നമുക്കാണെങ്കിൽ ഈ SSC, CGL, അതുപോലെ CHSL ഇതിനെല്ലാം ഉള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൂടി ഇതിലൂടെ അവൈലബിൾ ആണ്. ഓൺലൈൻ മെന്റർ സപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ പോയി ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് നമുക്ക് ടൈം എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക, ജോയിൻ ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. കാരണം എക്സാം നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിൽ നമുക്ക് മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വീട്ടിലിരുന്ന് എത്ര സമയം വേണമെങ്കിലും എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റും. ഓഫ്ലൈനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയത്തിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് സമയക്കുറവ് വരും. കാരണം കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് നമുക്ക് കുറേ ക്ലാസ്സുകൾ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നാഷണൽ പാർക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡെഫിനിഷൻ ഒന്നും നിങ്ങളെ ഓർത്തിരിക്കണം എന്നൊരു നിർബന്ധമില്ല. കാര്യം നമുക്ക് അങ്ങനെയല്ല ചോദിക്കണം. നമുക്ക് മൾട്ടിപ്പിൾ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഓരോ സ്റ്റേറ്റ് വൈസുള്ള മെയിൻ ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. അപ്പം നമുക്കൊരു ഏകദേശം ഐഡിയ വരും ഈ ഒരു ഭാഗത്ത് നിന്നും എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് കേട്ടോ. 9 നാഷണൽ പാർക്കുണ്ട്. ഈ 9 നാഷണൽ പാർക്കും പഠിക്കാനുള്ള ഒരു കോഡ് ഉണ്ട്. ഈ ഒരു കോഡ് നമ്മുടെ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ ഷോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് പഠിക്കാനായിട്ടുള്ള, ഈ നാഷണൽ പാർക്സുകൾ പഠിക്കാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ കോഡ് പോലത്തെ ഒരു സംഭവം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക. അതാകുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ ട്രിക്സ് വഴി കുറച്ചുകൂടി സ്മാർട്ടായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. GKയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്ത് ഇതിങ്ങനെ പഠിച്ച് മറന്നു പോകുന്നതിന് നല്ലത് നമ്മൾ ക്വിക്കായിട്ട് എന്തെങ്കിലും ഒരു കോഡ് വെച്ച് ഇത് പഠിക്കുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മളൊരു കോഡ് വെച്ചൊരു സാധനം പഠിച്ചു എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളത് ഓർത്തിരിക്കണം എന്നില്ല. നമ്മളത് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് ഓർമ്മയിൽ വരത്തുള്ളൂ. അപ്പോൾ ആ ഷോർട്സ് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലെ മുഴുവൻ നാഷണൽ
നാഷണൽ പാർക്കുകൾ, അതായത് 9 നാഷണൽ പാർക്ക് ഉണ്ട്. ഈ 9 നാഷണൽ പാർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോഡാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഈ ക്ലാസ്സിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ കാണാത്തവർ പോയി കണ്ടാൽ മതി. അപ്പൊ ഈ നാഷണൽ പാർക്കുകളുടെ പേരുകൾ നമ്മൾ പഠിക്കണം. ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക്, ഗലാത്തിയ നാഷണൽ പാർക്ക്, അതേപോലെ തന്നെ വാൻഡോ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ മിഡിൽ ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക്, മൗണ്ട് ഹാരിയറ്റ് അഥവാ മൗണ്ട് മണിപ്പൂർ എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക്, നോർത്ത് ബട്ടൺ, റാണി ജാൻസി, അതേപോലെ തന്നെ സാഡിൽ പീക്ക്, സൗത്ത് ബട്ടൺ. അപ്പൊ 3 ബട്ടൺ ഉണ്ട്, നോർത്ത്, മിഡില്, സൗത്ത് ബട്ടൺ. ഈ സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത, ഇന്ത്യയുടെ നാഷണൽ പാർക്കുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് ഏതെന്ന് പറയുന്നത് സൗത്ത് ബട്ടൺ. ബട്ടൺ വളരെ ചെറുതായിരിക്കുമല്ലോ, അപ്പൊ സൗത്ത് സൈഡിലെ ബട്ടൺ വളരെ ചെറുതാണെന്ന് ആലോചിച്ചാൽ മതി. സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. അതേപോലെ മറൈൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഐലൻഡ് അല്ലേ, അപ്പൊ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. നമുക്ക് ഈ നാഷണൽ പാർക്കുകളുടെ പേരുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് വെച്ച് പഠിച്ചാൽ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഈ ഒരു നാഷണൽ പാർക്കിന്റെ പേര് ചോദിച്ചിട്ട് അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടെങ്കിൽ അതും ചോദിക്കും. അപ്പം കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു നാഷണൽ പാർക്ക് എന്നിട്ട് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ സ്റ്റേറ്റ് വൈസ് പഠിച്ചാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാവുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ 9 എണ്ണം പഠിക്കാനുള്ള ഷോർട്ട് ട്രിക്സ് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലാണ് ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്കും രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, അതിന്റെ മറ്റൊരു പേരാണ് രാമേശ്വരം നാഷണൽ പാർക്ക് എന്ന്. അതേപോലെ തന്നെ പാപിക്കൊണ്ട നാഷണൽ പാർക്ക്, പാപിക്കൊണ്ട നാഷണൽ പാർക്ക്. നോക്കിക്കേ, ഈ ഒരു ആന്ധ്രാപ്രദേശിലെ നാഷണൽ പാർക്ക് നിങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് പറയാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ നാഷണൽ പാർക്കിന്റെ പേരല്ലാതെ പഠിച്ചാൽ പോരെയെന്ന്. അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിച്ചു കേട്ടോ, അതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാര്യം അവർക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇതിങ്ങനെ ഓർത്തോർത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ ഞാൻ പഠിക്കുമ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ വേണ്ടവർ അങ്ങനെ പഠിക്കുക, അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു കേട്ടോ. ഈ ആന്ധ്രാപ്രദേശിലെ നാഷണൽ പാർക്കുകൾ ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം. എന്താണെന്നറിയാമോ? ഈ ആന്ധ്രാപ്രദേശിലാണ് ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക് എന്ന് ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് ആന്ധ്രാപ്രദേശിലാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം എന്ന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ, ശ്രീ വെങ്കടേശ്വര തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെങ്കടേശ്വരം എന്ന് കേൾക്കുമ്പോഴേ ആന്ധ്രാപ്രദേശിലാണെന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യമാണത്. ഇനി നമ്മൾ ഈ വെങ്കടേശ്വര തിരുപ്പതി വെങ്കടേശ്വരന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് പാപങ്ങളെല്ലാം മാറ്റും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പാപികൊണ്ട നാഷണൽ പാർക്ക് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഇനി നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, രാജീവ് ഗാന്ധി പാപം മാറ്റാൻ ശ്രീ വെങ്കടേശ്വരനെ കാണാൻ പോയി. എവിടെയാ പോയത്? ആന്ധ്രാപ്രദേശിലാണ് പോയത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പാപിക്കൊണ്ട നാഷണൽ പാർക്കും രാജീവ് ഗാന്ധി നാഷണൽ പാർക്കും ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്കും ഏത് സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാവും, ആന്ധ്രാപ്രദേശിലാണെന്ന് മനസ്സിലാവും. എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടെ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടിലും നല്ലതായിട്ടുള്ള കോഡുകൾ അറിയായിരിക്കും കേട്ടോ. അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിച്ചോ. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് ഇങ്ങനെ വെക്കുക, രാജീവ് ഗാന്ധി പാപം മാറ്റാനായിട്ട് ശ്രീ വെങ്കടേശ്വര ടെമ്പിള് വിസിറ്റ് ചെയ്തു. അത് എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ 3 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലോട്ട് വരുവാണ്. അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് അല്ലെ. ഈസ്റ്റേൺ സ്റ്റേറ്റില് മൗലിംഗ് നാഷണൽ പാർക്കും അതുപോലെ നംഡാപ്പ നാഷണൽ പാർക്കുമാണ് പ്രധാനപ്പെട്ടത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഈ നംഡാപ്പ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിമാലയൻ സ്റ്റേറ്റിലെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. ഈസ്റ്റേൺ ഹിമാലയത്തിലെ പ്രൊട്ടക്റ്റഡ് ഏരിയയുള്ള നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നംഡാപ്പയാണ് കേട്ടോ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഈ ഈസ്റ്റേൺ ഹിമാലയത്തിൽ പ്രൊട്ടക്റ്റഡ് നാഷണൽ പാർക്ക് ഏതാണ്, താഴെ പറയുന്നവൽ ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ നംഡാപ്പയാണ്. അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ മൗലിംഗ് നാഷണൽ പാർക്കും കൂടി പഠിച്ച് വെക്കുക. അടുത്തത് ആസം.
ആസാം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് വരുന്നത് ഡെഹിങ് പട്കായി എന്ന് പറയുന്ന നാഷണൽ പാർക്ക്. ഈ ഡെഹിങ് പട്കായി ഓർത്തു വെക്കാൻ ആസാമിൽ ബ്രഹ്മപുത്ര റിവറിന് ഡിബാങ് എന്നും ഡിഹാങ് എന്നും ഒക്കെ പറയും. ശരിക്കും ഡിഹാങ് എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലാണ്, ഡിബാങ് എന്ന് പറയുന്ന ആസാമിലാണ്. ആസാമിൽ എന്ത് പറയുന്നുണ്ട്, നമ്മുടെ ബ്രഹ്മപുത്ര എന്നാണ് സെയിം അറിയപ്പെടുന്നത്, പിന്നെ ഡിഹാങ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിബാങ് എന്ന് പറയുന്ന ഒരു ട്രിബ്യൂട്ടറി ആണ്. അപ്പൊ ഈ ഡെഹിങ് ഡിബാങ് ഇതൊക്കെ കേൾക്കുന്നത് ആക്ച്വലി എവിടത്തെയാണെന്ന് ഓർത്ത് വെക്കണം, ആസാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആസാമിൽ ഡെഹിങ് പട്കായി എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ഉണ്ട്. അത് എന്താണ്, ആസാമിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്ത് വെക്കുക. അതുപോലെ ഡിബ്രു സൈക്കോവ വൈൽഡ് ഹോഴ്സുകളെ ധാരാളം കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് ഡിബ്രു സൈക്കോവ എന്ന് പറയുന്നത്. ഇതും ആസാമിലാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം, ഡിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചെങ്കിൽ ആസാമിലാണ്. അതേപോലെ തന്നെ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് റിവറിന്റെ തീരത്തുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ബ്രഹ്മപുത്ര റിവറാണ്. ആസാമിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട റിവറാണ് എന്താണ്, ബ്രഹ്മപുത്ര. അപ്പൊ ബ്രഹ്മപുത്രയുടെ തീരത്താണ് കാസിരംഗ എന്ന് പറയുന്ന നാഷണൽ പാർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. വൺ ഹോൺഡ് റൈനോസേഴ്സ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് കാസിരംഗ എന്ന് പറയുന്നത്. അപ്പൊ കാസിരംഗ നാഷണൽ പാർക്കിൽ എന്താണ്, വൺ ഹോൺഡ് റൈനോസിനെ കാണാൻ പറ്റും. അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ്, ആസാമിലാണ്. അവിടുത്തെ പ്രത്യേകതയാണ് വൺ ഹോൺഡ് റൈനോ എന്ന് പറയുന്നത്. അതേപോലെ മാനസ് നാഷണൽ പാർക്കും എവിടെയാണ്, ആസാമിലാണ്. നമേരി നാഷണൽ പാർക്ക് എവിടെയാണ്, ആസാമിലാണ്. ഒറാങ് നാഷണൽ പാർക്ക് എവിടെയാണ്, ആസാമിലാണ്. റൈമോണ നാഷണൽ പാർക്ക് എവിടെയാണ്, ആസാമിലാണ്. ഇപ്പൊ 7 നാഷണൽ പാർക്ക് ഉണ്ട്. ഒരുപാട് നാഷണൽ പാർക്ക് ഉള്ള സ്റ്റേറ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, കാര്യം അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ ഡെഹിങ് പട്കായി, ഡിബ്രു 2 ഡി ഉള്ളത്. പിന്നെന്താണ്, കാസിരംഗ, മനസ്, നമേരി, അതേപോലെ തന്നെ ഒറാങ്, അതുപോലെ റെയ്മോറ. ഇതെല്ലാം എന്താണ്, ആസം എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള എന്താണ്, നാഷണൽ പാർക്കാണ്. ഇന്ത്യയുടെ എന്താണ്, ടീ ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആസം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ടീ ആണ് ഏറ്റവും കൂടുതൽ എന്താണ്, നമ്മുടെ തേയില കൃഷി നടത്തുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആസമാണ്. അപ്പൊ അതും കൂടി ആലോചിച്ച് വെക്കാം. അടുത്തത് ബീഹാറിലാണ് വാൽമീകി നാഷണൽ പാർക്ക് ഉള്ളത്. ബീഹാറിൽ ഏതാണ്, വാൽമീകി നാഷണൽ പാർക്ക്. ഇമ്പോർട്ടന്റ് ആണ് വാൽമീകി നാഷണൽ പാർക്ക്. ഇനി ഛത്തീസ്ഗഡ് എടുത്തു കഴിഞ്ഞാൽ ഗുരു ഘാസിദാസ് ഘർഘാസി അല്ലെങ്കിൽ സഞ്ജയ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നതാണ് ഘാസിദാസ് നാഷണൽ പാർക്ക്. അപ്പൊ ഛത്തീസ്ഗഡിലുള്ള നാഷണൽ പാർക്കാണ് ഘാസിദാസ് നാഷണൽ പാർക്ക് എന്ന് ആലോചിക്കണം. അതുപോലെ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എന്താണ്, ഛത്തീസ്ഗഡിലാണ്. കാങ്കർവാലി നാഷണൽ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാലും അതും ഛത്തീസ്ഗഡിലെ. ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട 3 നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ്, ഗുരു ഘാസിദാസ്, ഇന്ദ്രാവതി അല്ലെങ്കിൽ കുട്രോ നാഷണൽ പാർക്ക്, കാങ്കർ വാലി നാഷണൽ പാർക്ക്. മൊല്ലം നാഷണൽ പാർക്ക് ഗോവയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് മൊല്ലം നാഷണൽ പാർക്ക്. ഒരെണ്ണമേ നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതേതാണ്, മൊല്ലം നാഷണൽ പാർക്കാണ്. അപ്പം ഗോവയിലെ നാഷണൽ പാർക്ക് ഏതാണ്, മൊല്ലം നാഷണൽ പാർക്ക്. വാൽമീകി നാഷണൽ പാർക്ക് എവിടെയാണ്, ബീഹാറിലാണ്. ഇനി ഗുജറാത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് കാണുന്നത് എവിടെയാണ്, ഗുജറാത്തിലാണ്. ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക്. ഇനി ഏഷ്യാറ്റിക് ലയൺസിന് ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഗീർ നാഷണൽ പാർക്ക്. ഗീർ ഫോറസ്റ്റ് എന്നൊക്കെ ഉള്ളത് എവിടെയാണ്, ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് കച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. എന്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഗൾഫ് ഓഫ് കച്ച് ആണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തില്. അപ്പൊ ഗുജറാത്തില് ഗൾഫ് ഓഫ് കച്ച്, ഗീർ, ഇതെല്ലാം ജി ചേർത്തുള്ളത് എന്താണ്, ഗുജറാത്തിലാണ് എന്ന് ആലോചിക്കണം. ഇത് ഗൾഫ് ഓഫ് കച്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. ഇത് കൂടാതെ വൻസ്ഡ എന്ന് പറയുന്ന നാഷണൽ പാർക്കും കൂടി നമ്മൾ ഗുജറാത്തിൽ ഓർത്ത് വെക്കുക.
അപ്പൊ ഗുജറാത്തിൽ മെയിൻ ആയിട്ട് ഗിർ, ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്, ബ്ലാക്ക് ബക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഹരിയാനയിൽ കാലേസർ എന്ന് പറയുന്ന കലീസർ നാഷണൽ പാർക്കും അതുപോലെ സുൽത്താൻപൂർ നാഷണൽ പാർക്കും. സുൽത്താൻപൂറും കലീസർ നാഷണൽ പാർക്കും ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലാണ്. എവിടെയാണ്? ഹരിയാനയിലാണ്. ഇനി ഹിമാചൽ പ്രദേശിലോട്ട് വരികയാണ്. ഹിമാചൽ പ്രദേശില് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ഹിമാലയൻ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇന്ദ്രകില നാഷണൽ പാർക്ക് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹിമാചൽ പ്രദേശിലാണ്. ഖീർഗംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹിമാചൽ പ്രദേശിലാണ്. അതുപോലെ പിൻ വാലി, സിംബൽ ബാര ഇതെല്ലാം ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ്. ഏതൊക്കെയാണ്? ഗ്രേറ്റ് ഹിമാലയൻ, ഇന്ദ്രകില, കിർഗാന, പിൻവാലി, സിംബൽ ബാര ഈ തുടങ്ങിയവയെല്ലാം എന്താണ്? നമ്മുടെ ഈ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ്. നമ്മൾ നമ്പർ 8 തന്നെ പഠിക്കുക. 5 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 നാഷണൽ പാർക്കുകളുള്ള ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ സലീം അലി നാഷണൽ പാർക്ക് അല്ലെങ്കിൽ സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഏത് യൂണിയൻ ടെറിട്ടറിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് സലീം അലി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഡച്ചിംഗാം നാഷണൽ പാർക്ക് കാശ്മീരി സ്റ്റാഗ് ഹാങ്ങോളിനെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഡച്ചിംഗാമിൽ. അപ്പൊ ഡച്ചിംഗാം എന്ന് പറയുന്നതും സിറ്റി ഫോറസ്റ്റ് എന്ന് പറയുന്ന നാഷണൽ പാർക്കുകളൊക്കെ എവിടെയാണ് കാണുന്നത്? ജമ്മു കാശ്മീർ. അതുപോലെ കിഷ്ത്വാർ അപ്പൊ നമുക്കത് ജസ്റ്റ് ആലോചിച്ച് വെക്കാം. ഏറ്റവും കൂടുതൽ വാർ നടക്കുന്നത് ഇപ്പൊ എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. കറന്റ് സിറ്റുവേഷനിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ എന്തിന്റെ പേരിലാണ് നടക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിനെ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ. സോ കിഷ്ത്വാർ നാഷണൽ പാർക്ക് എവിടെയാണുള്ളത്? അത് ജമ്മു ആൻഡ് കാശ്മീരിലാണുള്ളത്. ഡോക്ടർ സലീം അലി നാഷണൽ പാർക്ക് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അല്ലേ. ഇനി ലഡാക്കും യൂണിയൻ ടെറിട്ടറി അല്ലേ. ലഡാക്കില് ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, ഹെമിസ്. നമ്മൾ ഒരേ ഒരെണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ, കാരണം അവിടെ അത്രയും പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് ഈ ഹെമിസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ ഹെമിസ് നാഷണൽ പാർക്കാണ്. അതേപോലെ തന്നെ സ്നോ ലെപ്പേർഡുകൾ അധികമായിട്ട് കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാലും ഹെമിസ് നാഷണൽ പാർക്കാണ്. അപ്പൊ ലാർജസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്, ഏറ്റവും ഉയരത്തിലിരിക്കുന്ന നാഷണൽ പാർക്കാണ്. അതുപോലെ സ്നോ ലെപ്പേർഡുകളെ എന്ത് ചെയ്യാം, കാണാൻ പറ്റുന്ന നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാലും അതും നമുക്ക് ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ് പറയാൻ പറ്റുന്നത്. അടുത്തത് കർണാടകയിലോട്ട് വരികയാണ്. കർണാടക നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആണല്ലോ. അവിടെ ഉള്ളതാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. കേട്ടിട്ടുണ്ടാവുമല്ലോ. ബി ചേർത്തിട്ട് ഒരു ബനർഘട്ട നാഷണൽ പാർക്ക് ഉണ്ട്. അതുപോലെ അൻഷി നാഷണൽ പാർക്ക് ഉണ്ട്. കൂൺറേമുഖ് നാഷണൽ പാർക്ക് ഉണ്ട്. നാഗർഹോൾ ഉണ്ട്. നാഗർഹോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിന് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏഷ്യാറ്റിക് ലൈൻസ് കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് ഈ നാഗർഹോൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ബനർഘട്ടയും ബന്ദിപ്പൂരും ഒക്കെ എന്താണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ എവിടെയാണെന്ന് ചോദിക്കാം. അടുത്തത് മഹാരാഷ്ട്രയിലോട്ട് വരുവാണെങ്കിൽ ചന്ദോളി, അതുപോലെ തന്നെ ഗുഗാമൽ, ന്യൂജിയോൺ നാഷണൽ പാർക്ക് ഒക്കെ എന്താണ് നമ്മുടെ മഹാരാഷ്ട്രയിലാണുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പെഞ്ച്. അതായത് മഹാരാഷ്ട്രയിൽ പെഞ്ച് നാഷണൽ പാർക്ക് ഉണ്ട്. അതിന് ജവഹർലാൽ നെഹ്റു പെഞ്ച് നാഷണൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ജവഹർലാൽ നെഹ്റു പെഞ്ച് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്ര. മഹാനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പെഞ്ച് നാഷണൽ പാർക്ക് എവിടെയാണ് ഉള്ളത്? മഹാരാഷ്ട്രയിലാണ് എന്ന് ആലോചിക്കാം. അവിടെ മഹാ ചേർത്ത് പഠിച്ചതാ കേട്ടോ. അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധി അല്ലെങ്കിൽ ബോറേവില്ലി നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മഹാരാഷ്ട്രയിലാണ്. തഡോബ നാഷണൽ പാർക്ക് ഏതാണ്? തഡോബ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? അതും നമ്മുടെ മഹാരാഷ്ട്രയിലാണ്, തഡോബ നാഷണൽ പാർക്ക്. ഇനി മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ദവ്ഗർ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ഡൈനോസർ നാഷണൽ പാർക്ക്, ഫോസിൽ നാഷണൽ പാർക്ക്, ഇന്ദിരാ പ്രിയദർശിനി നാഷണൽ പാർക്ക്. അതാണ് പെഞ്ച്, മറ്റൊരു പെഞ്ച്. അപ്പൊ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും പെഞ്ചുണ്ട്. ജവഹർലാൽ നെഹ്റു പെഞ്ച് നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലും, ഇന്ദിരാ പ്രിയദർശിനി പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലുമാണ്. അതുപോലെ കൻഹാൻ കുനോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 നാഷണൽ പാർക്കാണ്, അതും മധ്യപ്രദേശിലാണ്. പിന്നെ പാൽപൂർ, മാധവ്, പന്ന നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പന്ന നാഷണൽ പാർക്കും മധ്യപ്രദേശിലാണ്. അതുകൂടാതെ സഞ്ജയ് നാഷണൽ പാർക്ക്, സത്പുര, വൻവിഹാർ ഈ തുടങ്ങിയ 11 നാഷണൽ പാർക്ക് അത്
ടോട്ടൽ നോക്കുവാണെങ്കിൽ ടോട്ടൽ 11 നാഷണൽ പാർക്ക് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലാർജ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? മധ്യപ്രദേശ് ആണ്. ഇനി അടുത്തത് മണിപ്പൂരിലോട്ട് വരുമ്പോൾ മണിപ്പൂരിലൊരു നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ എന്ന് പറയുന്നത്. ഒഴുകി നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു നാഷണൽ പാർക്കാണ് ഈ കേബിൾ ലംജാവോ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ്. ലോക്താക് എന്ന് പറയുന്ന ഒരു ലേക്കിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് ഉള്ളത്. ലോക്താക് ലേക്ക് മണിപ്പൂരിലാണ്. ആ ലേക്കിലാണ് കേബിൾ ലംജാവോ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഉള്ളത്. ഇതാണ് ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അടുത്തത് മേഘാലയയിലോട്ട് പോവുകയാണെങ്കിൽ മേഘാലയയില് നമുക്ക് ബൽഫാക്രം നാഷണൽ പാർക്കും അതുപോലെ നോക്രേക്ക് റിഡ്ജ് നാഷണൽ പാർക്കും ഉണ്ട്. ഇപ്പൊ ബൽഫാക്രം അതേപോലെ നോക്രേക്ക് നാഷണൽ പാർക്കുകളെ കാണാൻ പറ്റുന്നത് മേഘാലയയിലാണ്. ഇനി മിസോറാമിലോട്ട് വരുവാണെങ്കിൽ മുർലെൻ നാഷണൽ പാർക്ക്, മുർലെൻ, അതുപോലെ എന്താണ് ഫാഗൻ ഗൂപ്പി നാഷണൽ പാർക്ക്, ബ്ലൂ മൗണ്ടൻ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? മിസോറാമിലാണ്. നാഗാലാൻഡിൽ നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി, ഇൻടാക്കി. ബീഹാറിലും നാഗാലാൻഡിലും ഒക്കെ നമ്മൾ ഗോവയിലും ഒക്കെ നമ്മൾ ഒരെണ്ണവേ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇൻടാൻകി നാഷണൽ പാർക്ക്. ഒഡീഷയിലാണെങ്കിൽ ബിറ്റാർകാനിക നാഷണൽ പാർക്കും സിംലിപാൽ നാഷണൽ പാർക്കും. നമ്മൾ സ്ലിം ആവാനായിട്ട് ഓടിയാൽ മതി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഒഡീഷയിലാണെന്ന് ഓർക്കാനായിട്ട് ഉള്ളൊരു ഒരു റിലേറ്റ് ചെയ്ത് പഠിക്കാൻ, സ്ലിം ആവാൻ ഓടിയാൽ മതി. ഒഡീഷയിലാണ് സിംലിപാൽ നാഷണൽ പാർക്ക് ഉള്ളത്. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ? ഇതൊക്കെ എന്താണ് എക്സാമിന് ഈ നാഷണൽ പാർക്ക് എന്നിട്ട് ഏത് സ്റ്റേറ്റിലാണെന്ന് ആലോചിച്ച് സമയം കളയേണ്ട. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഒഡീഷയിൽ 2 ഉണ്ട്. നാഗാലാൻഡിൽ നമുക്ക് ഇൻടാങ്കി മാത്രമേ എന്ത് ചെയ്യാനുള്ളായിരുന്നു? പഠിക്കാനുള്ളായിരുന്നു. രാജസ്ഥാൻ ഡെസേർട്ട് ഏരിയ, താർ ഡെസേർട്ട് ഉള്ള സ്ഥലമാണ്. അപ്പൊ ഡെസേർട്ട് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് രാജസ്ഥാനിലാണ്. കീലാഡോ ഘാന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജസ്ഥാനിലാണ്. മുകുന്ദ്ര ഹിൽസ് അതൊരു നാഷണൽ പാർക്കാണ്. അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. രത്തൻബോർ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജസ്ഥാനിലാണ്. സരിസ്ക നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളാണ്. ഡെസേർട്ട്, കീലാഡോ, മുകുന്ദ്ര, രത്തൻബോർ, സരിസ്ക. ഈ സിക്കിമില് കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണുള്ളത്. നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഗുണ്ടി നാഷണൽ പാർക്ക്, അതുപോലെ ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്ക്, ഇന്ദിരാഗാന്ധി അതായത് അണ്ണാമലൈ നാഷണൽ പാർക്ക്, മുതുമലൈ നാഷണൽ പാർക്ക്, മുക്കുർത്തി നാഷണൽ പാർക്ക് ഒക്കെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ്. ഗുണ്ടി, ഗൾഫ് ഓഫ് മാന്നാർ, ഇന്ദിരാഗാന്ധി, മുതുമലൈ നാഷണൽ പാർക്ക്, മുക്കുർത്തി, ഇതൊക്കെ എവിടെയാണ്? തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ്. തെലങ്കാനയിലോട്ട് വരുമ്പം തെലങ്കാനയിലെ കാസു ബ്രഹ്മാന്ത റെഡ്ഡി എന്നൊക്കെ കേൾക്കുമ്പോഴേ അത് തെലുങ്ക് നെയിമാണെന്ന് ആലോചിക്കണം. അതുപോലെ മഹാവീർ ഹരീന വനസ്ഥാലി നാഷണൽ പാർക്ക്, മഹാവീർ നാഷണൽ പാർക്ക്, അതുപോലെ മൃഗാവണി നാഷണൽ പാർക്കും തെലങ്കാനയിലാണ്. അടുത്തത് ത്രിപുരയിലുള്ള നാഷണൽ പാർക്കാണ് ബൈസൺ നാഷണൽ പാർക്ക്. അതുപോലെ ക്ലൗഡഡ് ലെപ്പേർഡ്, ഇമ്പോർട്ടന്റ് ആണ്. ക്ലൗഡഡ് ലെപ്പേർഡ് ആൻഡ് ബൈസൺ എവിടെയാണുള്ളത്? ത്രിപുരയിലാണ്. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ടതാണ് എന്താണ്? ദൂധ്വ നാഷണൽ പാർക്ക്, ദൂധ്വ നാഷണൽ പാർക്ക്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. ഇത് 1936 ഫൗണ്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന്റെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു. പിന്നീട് അതിനെ ജിം കോർബറ്റ് എന്ന് പറയുന്ന പേരിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാം ഗംഗ, ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് രാം ഗംഗ. ഈ രാം ഗംഗ ഏത് നാഷണൽ പാർക്കിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ രാം ഗംഗയിലൂടെയാണ്. രാം ഗംഗയുടെ തീരത്തുള്ള നാഷണൽ പാർക്കാണ് ഹെയ്ലി നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ഗംഗോത്രി നാഷണൽ പാർക്ക്, ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗ എന്ത് ചെയ്യുന്നത്? വരുന്നത്. സോ ഗംഗോത്രി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഗോവിന്ദ് നാഷണൽ പാർക്കും ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി എവിടെയാണ്? നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്. രാജാജി
അതുപോലെ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പം ഗംഗോത്രി, ഗോവിന്ദ്, നന്ദാദേവി, രാജാജി, വാലി ഓഫ് ഫ്ലവേഴ്സ്, ജിം കോർബറ്റ്, ഇങ്ങനെ 6 നാഷണൽ പാർക്കുകൾ എവിടെയുണ്ട്? ഉത്തരാഖണ്ഡിലുണ്ട്. ഇനി നമ്മള് വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ടതാണ് ബുക്സ നാഷണൽ പാർക്കും അതുപോലെ ഗോറുമാര നാഷണൽ പാർക്ക്, ജൽദാപാറ നാഷണൽ പാർക്ക്, നിയോറ നാഷണൽ പാർക്ക്, സിംഗാലിര നാഷണൽ പാർക്ക്, സുന്ദർബൻ. സുന്ദർബൻ അറിയാലോ, വെസ്റ്റ് ബംഗാളിലെ ഫേമസ് റോയൽ ബംഗാൾ ടൈഗറിനെ കാണാൻ പറ്റുന്ന നാഷണൽ പാർക്കാണ് സുന്ദർബൻസ്. ആക്ച്വലി സുന്ദർബൻസ് എന്ന് പറയുന്ന ഒരു ഡെൽറ്റയാണ്. ഈ ഡെൽറ്റ ഫോം ചെയ്യുന്നത് ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നാണ്. ശരിക്കും ഗംഗയും ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിലാണ് ഇവർ രണ്ടുപേരോട് ചേർന്ന് ഡെൽറ്റ ഉണ്ടാക്കുന്നത്. മെയിൻ വെസ്റ്റ് ബംഗാൾ എടുത്താണെങ്കിൽ അവിടെ ഗംഗയാണ് മെയിൻ ആയിട്ട് സുന്ദർബൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ബംഗ്ലാദേശിലോട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ മെജോറിറ്റി പോർഷനും ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. റോയൽ ബംഗാൾ ടൈഗറിന്റെ റിസർവ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഈ സുന്ദർബൻസ് എന്ന് പറയുന്നത്. സുന്ദരി ട്രീസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇവരെ സുന്ദർബൻസ് എന്ന് പറയുന്നത്. വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള ഏരിയ ആണ്. ഈ ഡെൽറ്റൈക് പ്രദേശമാണ് ഈ സുന്ദർബൻസ് എന്ന് പറയുന്നത്. സോ അത് എന്തിനാണ് അവിടെ ഫേമസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ ബംഗാൾ ടൈഗറിനാണ്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ ടോട്ടൽ ഇന്ത്യയിൽ മൊത്തം 104 നാഷണൽ പാർക്കുകളാണുള്ളത്. ഈ 104 നാഷണൽ പാർക്കിലും പ്രധാനപ്പെട്ട കുറച്ചുണ്ട്. ആദ്യത്തെ ഉണ്ടായത് ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, പിന്നെ ഇതുപോലെ ചില മെയിൻ ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അവരിൽ ഏത് പ്രൊട്ടക്റ്റഡ് ആനിമൽസ് ആണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് എക്സാമിന് ജനറൽ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ, നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഈ നാഷണൽ പാർക്ക് മൊത്തം ഒന്ന് നോക്കാം. നോക്കിക്കോ, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നോക്കിക്കോ, ആൻഡമാൻ നിക്കോബാറിൽ നമ്മൾ 9 നാഷണൽ പാർക്ക് പഠിച്ചു. അതിൽ സൗത്ത് ബട്ടൺ ഏറ്റവും ചെറുതാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ മൗണ്ട് മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ മണിപ്പൂർ ആണ് സ്റ്റേറ്റ് എന്ന് നിങ്ങൾ തെറ്റിച്ചെഴുതല്ല. അത് ആക്ച്വലി മൗണ്ട് ഹാരിയറ്റിന്റെ പുതിയ നെയിമാണ് മൗണ്ട് മണിപ്പൂർ. അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലാണ്. പാപികൊണ്ടയും രാജീവ് ഗാന്ധിയും ശ്രീ വെങ്കടേഷനും ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. നമ്മളൊരു കോഡ് വെച്ച് പഠിച്ചു. നംഡാപ്പ ഇമ്പോർട്ടന്റ് ആണ്, അരുണാചൽ പ്രദേശിലാണ് ഉള്ളത്. ഡിബ്രു സൈക്കോവ അതുപോലെ ഡെഹിങ് പട്കായും ആസാമിലാണ്. വൺ ഹോണ്ട് റൈനോസസ് പേര് കേട്ടിട്ടുള്ള കാസിരംഗയും ആസാമിലാണ്. ഒറാങ്ങൂട്ടാൻ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. പിന്നെ ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ്. അതുപോലെ കങ്കർവാലിയും ഛത്തീസ്ഗഡിൽ തന്നെയാണ്. മൊല്ലം നാഷണൽ പാർക്ക് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ്? ഗോവ, അല്ലെങ്കിൽ ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മൊല്ലമാണ്. ഗീർ ഫോറസ്റ്റ് അല്ലെ ഗീർ നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് ഗുജറാത്തിലാണ്. ഏഷ്യാറ്റിക് ലൈൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് ഗുജറാത്തിലെ ഗീർ എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് കച്ച് ഫസ്റ്റ് മറൈൻ നാഷണൽ പാർക്കാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ ഇന്ദ്രഖില, പിൻവാലി, സിംബൽ ബാര, ഗ്രേറ്റ് ഹിമാലയൻ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിന്റെ ഭാഗമാണ്. അതുപോലെ സലിമലി, ഡോക്ടർ സലിമലി നാഷണൽ പാർക്ക്, കിഷ്ത് വാർ, ഡച്ചിങ്കാം നാഷണൽ പാർക്ക് തുടങ്ങിയവ ഏത് യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെയാണ്. ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്. സ്ലോ ലെപ്പേർഡുകളെ കാണാൻ പറ്റുന്ന നാഷണൽ പാർക്കുകളാണ്. ഹിംബിസ് നാഷണൽ പാർക്ക് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? അത് ലഡാക്കിലാണ്. കർണാടകയിൽ മെയിൻ ആയിട്ട് ബനർഘട്ടിയും ബന്ദിപ്പൂരും ഒക്കെ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഒരു പെഞ്ചുണ്ട്, അത് ജവഹർലാൽ നെഹ്റു പെഞ്ചാണ്. മകൾ ഇന്ദിര പ്രിയദർശിനിയുടെ പെഞ്ച് എവിടെയാണുള്ളത്? മധ്യപ്രദേശിലാണ് ഉള്ളത്. മണിപ്പൂരിലെ ഇമ്പോർട്ടന്റ് കേബിൾ ലംജാവോ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദി വേൾഡ് ആണ് മണിപ്പൂരിലുള്ള കേബിൾ ലംജാവോ. അത് ഏത് ലേക്കിലാണെന്ന് ചോദിച്ചാൽ ലോക്തക് ലേക്കിലാണ് കേട്ടോ. മേഘാലയയിൽ നോക്രക് റിഡ്ജ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നാഗാലാൻഡിന്റെ ഇൻടാക്കി ഇമ്പോർട്ടന്റ് ആണ്. ഒഡീഷയിലെ സിംലിപാലും ഇമ്പോർട്ടന്റ് ആണ്. രാജസ്ഥാൻ ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് കെയ്ലാഡോ ഡെസേർട്ട് നാഷണൽ പാർക്ക്, മുകുന്ദ്ര ഹിൽസ് നാഷണൽ പാർക്ക്, രത്തൻബോർ, സരിസ്ക ഇതെല്ലാം എവിടെയാണ്? രാജസ്ഥാനിലാണ്. കാഞ്ചൻജംഗ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമിലാണ്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ടതാണ് മുതുമലയും ഇന്ദിരാഗാന്ധിയും ഗൾഫ് ഓഫ് മാന്നാറും ഒക്കെ കേട്ടോ. പിന്നെ ത്രിപുര ബൈസൺ ക്ലൗഡഡ് ലെപ്പേർഡ് നാഷണൽ പാർക്ക് ത്രിപുരയിലാണ്. ദൂദ്വ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UP-യിലാണ്. ജിം കോർബറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്.
എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഏത് നദിക്ക് തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള രാംഗംഗയ്ക്കാണ്. പിന്നെ ഗംഗോത്രി, ഗോവിന്ദ്, നന്ദാദേവി, രാജാജി, വാലി ഓഫ് ഫ്ലവേഴ്സ് ഇതെല്ലാം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. വെസ്റ്റ് ബംഗാളിലുള്ളതാണ് ബുക്സ നാഷണൽ പാർക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സുന്ദർബൻ നാഷണൽ പാർക്ക്, സിംഗാലില നാഷണൽ പാർക്ക്, ജൽദാപാറ നാഷണൽ പാർക്ക് ഒക്കെ എവിടെയാണ് കാണുന്നത്? വെസ്റ്റ് ബംഗാളിൽ കാണപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളും ആ നാഷണൽ പാർക്കിൽ ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നുമാണ് പഠിച്ചത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കുമ്പോൾ നമ്മുടെ നാഷണൽ പാർക്ക് എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ ഒരു 90% നിങ്ങൾ കവർ ചെയ്തു. ഇനി നിങ്ങളിത് റിമെമ്പർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.